ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ പ്രതിഷേധം. വിധികർത്താക്കൾ കോഴ വാങ്ങി വിജയികളെ പ്രഖ്യാപിക്കുന്നു എന്നാരോപിച്ചാണ് മത്സരാർത്ഥികൾ പ്രതിഷേധിക്കുന്നത്. വിധികർത്താക്കളെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള വാട്സപ്പ് ചാറ്റും ശബ്ദ സംഭാഷണവും പുറത്തു വന്നിട്ടുണ്ട്. നമ്മൾ നമ്മുടെ കാര്യം പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മുടെ കുട്ടികൾ നല്ലതായതുകൊണ്ടല്ലേ. ഇപ്പൊ രാവിലെ ഭരതനാട്യം സ്റ്റേജിന്റെ പോരായ്മ കൊണ്ട് കൊച്ചു കൈകുത്തി, എന്നിട്ട് പോലും അവിടെ നിന്ന് നമ്മുടെ കൊച്ചിനെ ഫസ്റ്റ് ഡിഗ്രി ജഡ്ജസ് പറയുന്നത് ഞങ്ങൾ എങ്ങനെയാ കൊച്ചിനെ തട്ടിക്കളയാൻ പറ്റും എന്ന് ചോദിക്കുന്നുണ്ട്. അത്രയും മനോഹരമായിട്ട് ആ പിള്ളേര് 4 പിള്ളേർ സ്റ്റേജിൽ തെന്നിയിട്ടുണ്ട്. സ്റ്റേജിന്റെ കുഴപ്പം കൊണ്ട് ഞങ്ങൾ എങ്ങനെ പറ്റുന്നതെന്ന് പറഞ്ഞാൽ എന്റെ പിള്ളേർ തന്നെ ഇവിടുന്ന് എല്ലാം കയറിപ്പോകുന്നു, അല്ലെങ്കിൽ പിന്നെ ഞാൻ ജോലി ഇങ്ങനെ ആക്കാം. രാഹുൽ വിജയൻ കട്ടപ്പനയിൽ നിന്ന് ചേരുന്നുണ്ട്. രാഹുൽ, ഈ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ? ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നേരത്തെ പല സ്ഥലത്തും ഇത്തരം പ്രതിഷേധമുണ്ടായ ഘട്ടങ്ങളിലൊക്കെ അത് പോലീസ് വിജിലൻസ് കേസുകളിലൊക്കെ ആവുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള പോലീസ് ഇടപെടലിലേക്കൊക്കെ കാര്യങ്ങൾ പോയിട്ടുണ്ടോ? ഈ കോഴ ആരോപണം ശക്തമാണല്ലോ. വിജുമർ, നിലവിൽ ഈ ഇവിടെ മത്സരാർത്ഥികളും അതുപോലെ തന്നെ അവരുടെ രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെ ഈ പരാതികളൊക്കെ കൊടുത്തിട്ടുണ്ട്. പോലീസിലും അതുപോലെ തന്നെ ഇവിടെ DDക്ക് ഉൾപ്പെടെ പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ തുടർ നടപടികളിലേക്ക് നീങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിജിലൻസ് അന്വേഷണം ഉൾപ്പെടെ ഉണ്ടാകുമെന്ന് DD വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് സാധാരണ ഈ മത്സര ഇനങ്ങളിലൊക്കെ കോഴ ആരോപണം ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ ആ ജഡ്ജസിനെ മാറ്റി ഒരു 4 മണിക്കൂറിന് ശേഷം ആ മത്സരം നടത്തുകയാണ് പതിവ്. പക്ഷേ ഇവിടെ ഇന്ന് നടക്കാനിരുന്ന എല്ലാ മത്സരങ്ങളും മാറ്റിവെച്ചു എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം. കാരണം ഇവിടെ നിന്ന് പല പ്രദേശത്തു നിന്ന് വന്നിരിക്കുന്ന ആളുകളുണ്ട്. കുമളി ഭാഗത്തു നിന്നൊക്കെ ഈ കഞ്ഞിക്കുഴിയിലേക്ക് എത്തിയിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. ട്രൈബൽ മേഖലയിൽ നിന്നുള്ള കുട്ടികൾ പിരിവെടുത്തുൾപ്പെടെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ ഈ മത്സരം മാറ്റിവെച്ച് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഒരു നൃത്താധ്യാപകനാണ് ഈ ജഡ്ജസിനെ എല്ലാം സ്വാധീനിച്ചത് എന്നുള്ളതാണ് പ്രധാനമായും ഈ നിൽക്കുന്ന ആളുകൾ എല്ലാവരും തന്നെ ആരോപിക്കുന്നത്. അതിന്റെ പേരിലാണ് ഈ മത്സര ഇനങ്ങളെല്ലാം മാറ്റിവെക്കുകയും ചെയ്തിട്ടുള്ളത്. ചേട്ടാ, ശരിക്കും വലിയ തരത്തിലുള്ള പ്രതിഷേധവും പ്രശ്നവും ഇവിടെയുണ്ടോ ഈ നൃത്ത ഇനങ്ങളുമായി ബന്ധപ്പെട്ട്? തീർച്ചയായിട്ടും അത് വർഷങ്ങളായിട്ടുള്ള പ്രതിഷേധമാണ്. ഇന്ന് നമുക്ക് അതുപോലെ തെളിവുകൾ കയ്യിൽ കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഇന്ന് ജഡ്ജസ് വന്നിരിക്കുന്ന ആ സമയത്ത് തന്നെ എല്ലാവരും രക്ഷിതാക്കളും അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാവരും കൂടെ ഒരുമിച്ച് പ്രതിഷേധിക്കുകയായിരുന്നു. അതിനെ തുടർന്നാണ് ആദ്യമേ മത്സരമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെയായിരുന്നു സംഘാടകർ തീരുമാനം. പക്ഷേ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങളെ കേൾക്കാൻ തയ്യാറായത് പോലും. അതിനുശേഷമാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നത്. ഈ കുട്ടിയൊക്കെ നേരത്തെ സബ് ജില്ലയിൽ മത്സരത്തിൽ പങ്കെടുത്ത് വിജയ ഇവിടെ വന്നതാണ്. പക്ഷേ അതിനെയൊക്കെ മാനസികമായിട്ട് വലിയ തരത്തിൽ തളർത്തുന്ന രീതിയിലാണ് ഇന്നത്തെ ഒരു നടപടി ഉണ്ടായത്, അല്ലെ ഈ ജഡ്ജസിന്റെ ഒക്കെ ഒരു നീക്കം ഉണ്ടായതെന്നാണ് ഈ കുട്ടി തന്നെ പറയുന്നത്, അല്ലേ? അതെ, സ്റ്റേജിൽ കൈകുത്തി വീണ കുട്ടിക്ക് വരെ ഫസ്റ്റ് കൊടുത്ത് ഏറ്റവും നന്നായിട്ട് കളിക്കുന്ന കുട്ടിയെ ഏറ്റവും അപ്പീൽ കൊടുത്ത കിട്ടാത്ത രീതിയിലുള്ള പൊസിഷനിലേക്ക് മാറ്റി വിടുകയും ചെയ്യുന്ന അത്രയും വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടും പ്രയാസവും മാനസിക പ്രയാസവും ഒക്കെ ഈ കുട്ടികൾ നേരിടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ജഡ്ജസിനെ പണം കൊടുത്ത് സ്വാധീനിക്കുക, അതിന് കൃത്യമായ വാട്സപ്പ് ചാറ്റും അതുപോലെ തന്നെ ശബ്ദ സന്ദേശം ഉൾപ്പെടെ പുറത്തു വരിക, അതൊക്കെ ഉണ്ടായിട്ടും പോലീസ് ഈ കാര്യത്തിലൊരു തുടർ നടപടി എടുക്കാൻ വൈകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആദ്യമേ സൂചിപ്പിച്ച് മത്സരം മാറ്റിവെച്ചത് 30-ാം തീയതിയിലേക്കാണ്. ഇവിടെ വന്ന സാധാരണക്കാരായ കുട്ടികൾക്ക് വീണ്ടും പണം മുടക്കി വണ്ടി വിളിച്ച് അതിന് വേണ്ട വസ്ത്രവും കാര്യങ്ങളും ഒക്കെ മത്സര ഇനത്തിന് വേണ്ട വസ്ത്രവും കാര്യങ്ങളൊക്കെ എടുത്തു വരുമ്പോൾ വലിയ തുക ചിലവാകും. അതൊക്കെ കണ്ടെത്തണമെങ്കിൽ വലിയ പാടാണ്. ശരിയാണ് രാഹുൽ, വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ തന്നെയാണ്. കോഴ ആരോപണം വീണ്ടും കലോത്സവ വേദിയിൽ ഉയരുന്നു. അതിന്റെ തെളിവുകളടക്കം പുറത്തു വരുന്നുണ്ട്. ശബ്ദ ശകലങ്ങളായോ വാട്സപ്പ് ചാറ്റുകളായോ ഒക്കെ ഈ കോഴ ആരോപണം ശരിവെക്കുന്ന അല്ലെങ്കിൽ സാധൂകരിക്കുന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. രാഹുൽ വിജയനാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകി.